ജി ഡി എൻ മക്കളെ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കണ്ടിട്ട് ഞാൻ എത്തിയുള്ളൂ. അപ്പോൾ ജി ഡി എന്നെ കുറിച്ച് പറയുന്ന മുമ്പിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനൊരു കാര്യമാണ്, ജി ഡി നായിഡുവെ പറ്റി എത്ര പേർക്കറിയാം? പേഴ്സണലി എനിക്ക് ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടല്ലാണ്ട് ജി ഡി നായിഡുവെ പറ്റിയിട്ട് ഇത്രയും വിശാലമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ജി ഡി നായിഡുവെ പറ്റി എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാൻ നോക്കുക. ഫിലിമിൻ്റെ ഒരു ചുരുക്കകഥ പറയുന്നെങ്കിൽ ഫിലിമിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തില്ലെന്ന് അറിയണ്ടേ. എനിക്കിഷ്ടപ്പെട്ട ഭാഗ്യം ഇതിൻ്റെ ആർട്ടാണ് കേട്ടോ. ലൊക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സെറ്റൊക്കെ ഉണ്ടല്ലോ, 1800കളിൽ എങ്ങനെയായിരിക്കുമോ, അല്ലെങ്കിൽ 1800കളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരികയാണ് 900ലേക്ക് വരുന്ന സമയങ്ങളിൽ കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ വരെ വളരെ സൂക്ഷ്മമായിട്ട് അവർ സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കോസ്റ്റ്യൂം, പിന്നെ അവരുടെ ചെരുപ്പ് മുതൽ ചില ആൾക്കാരെ കയ്യിലിടുന്ന റിങ് വരെയുണ്ട്, അതുവരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ ഫിലിമിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് മാധവനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു ആക്ടറായിരുന്നു. പണ്ട് എനിക്ക് സൂര്യ വിജയ്, തമിഴിൽ സൂര്യ വിജയ് അല്ലാതെ എനിക്ക് വേറെ ആരും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് മാധവൻ്റെ പഴയ ഫിലിമൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷേ ഈ ഫിലിം കാണാൻ എന്നെ തിയേറ്ററിലേക്ക് എത്തിച്ചൊരു ഭാഗം, ഞാനൊരു റീല് കാണുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിനെ പറ്റി പറയുന്ന ഒരു റീല് കണ്ടു. ഞാനൊരു പേഴ്സണലി ടാറ്റ മോട്ടോഴ്സിൻ്റെയും ടാറ്റേൻ്റെ ഒക്കെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ച് തിയേറ്ററിൽ പോയിട്ട് ആ ഫിലിം കാണാം. ഈ ഫിലിമിലെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ചില ഹുക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ് ഈ ടാറ്റ മോട്ടോഴ്സും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങളും, പിന്നെ ഇദ്ദേഹം ജർമ്മനി പോകുന്നത്, ഹിറ്റ്ലറെ കാണുന്നത്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഹുക്കാണ്. ഇതൊക്കെയാണ് കൊമേഴ്ഷ്യലി ഫിലിം. ഇതൊക്കെ നടന്ന കാര്യങ്ങളായിരിക്കും. എനിക്ക് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടോ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടോ കൂടുതൽ വായിച്ചിട്ടോ മറ്റു അറിവുകളൊന്നുമില്ല. പക്ഷേ ഇത്തരം ചില പോർഷനുകളാണ് ഫിലിമിൽ ഹുക്ക് പോയി. നമുക്കൊരു തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരാൾ ഇത്ര കാര്യം, അല്ലെങ്കിൽ നമ്മുടെ നാടൊരാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനം വരില്ലേ? ആ ഫീലാണ് എനിക്ക് വന്നത്. അപ്പോൾ ഫിലിമിൽ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിൾ കാണുകയും അത് വാങ്ങിക്കാൻ വേണ്ടി പൈസ സ്വരൂപിക്കുകയും പിന്നെ ആ പൈസ ഉപയോഗിച്ച് ആ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുകയും അതിൻ്റെ റിപ്പയറിങ്, അങ്ങനെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പിന്നെ ഒരു പെട്ടെന്നൊരു കാലഘട്ടം മാറുന്നു. ആ കാലഘട്ടം മാറുമ്പോഴേക്ക് അദ്ദേഹം ചില ടെക്നിക്കലി അതുപോലെ തന്നെ കൊമേഴ്ഷ്യലി ഒരു ബിസിനസ് മാൻ അങ്ങനത്തെ രീതിയിലേക്ക് വളരുന്നത്. അയാളിങ്ങനെ ഫാക്ടറികൾ, ട്രെയിലർ പറഞ്ഞ ഫാക്ടറികൾ ഇങ്ങനെ തുറന്നു പോകുന്നു എന്ന രീതിയിൽ ഇങ്ങനെ തുറന്നു പോകുന്നു. അതിൽ സമ്പന്നനാകുന്നു. ഇന്ത്യയിലെ പല സമ്പന്നരായിട്ടും രാഷ്ട്രീയ പ്രമുഖരായിട്ടുമൊക്കെ ബന്ധം വരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു എത്തുന്നു. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ജി എസ് ടി അല്ല, സെയിൽസ് ടാക്സ് ഓഫീസറായിട്ടാണ് നമ്മുടെ ആര് വരുന്നത്, ജയറാമേട്ടൻ ഫിലിമിൽ വരുന്ന സമയത്ത് ആദ്യം എനിക്കൊരിത്തിരി എന്തായത് അങ്ങ് തോന്നുന്നത്. പിന്നെ പോകെ കിട്ടിലോസ്കി എന്ന് പറയാൻ പറ്റും നമുക്കെന്ന് വെച്ചാൽ തീർന്ന് കണ്ടിരിക്കുമ്പോൾ ഓക്കെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിലും അതിലുപരി നല്ലൊരു അഭിനയമായിരുന്നു കേട്ടോ. പൊതുവേ ഈ അടുത്തിറങ്ങിയ ഫിലിമുകളിൽ നിന്ന് ഭേദപ്പെട്ട അഭിനയം, ഭേദപ്പെട്ട എല്ലാ രീതിയിലും നല്ല രീതിയിലും എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ സത്യരാജ്, നമ്മളെ കട്ടപ്പയാണ് ഈ ഫിലിമിലെ ത്രൂ ഔട്ട് എന്ന് പറയുക. കട്ടപ്പേൻ്റെ ഒരു എന്താ പറയുക ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അയാളെ ക്യാരക്ടറിനെ അങ്ങേയറ്റം എന്താ പറയുക സ്റ്റോറി റൈറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. സംവിധായകൻ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലുപരി കട്ടപ്പേൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടും പിന്നെ എഫേർട്ടിനെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, അങ്ങേയറ്റം അദ്ദേഹം അതിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് കട്ടപ്പ. പിന്നെ മാധവനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അതിലെ കുറേ ഡയലോഗ്സൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ജി ഡി എൻ എങ്ങനെയാണോ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങേയറ്റം അതിൽ ഈ ചില ഷോർട്സിലും അതുപോലെ ട്രെയിലറിലും കാണാം അവരെ സംസാരങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചില അതൊന്നും ഞാൻ പറയുന്നില്ല, അയാളെ അവരൊരു ഈ സൗണ്ട് മോഡുലേഷനിലും ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് സാഡിനെയും പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ്സിനെയും പിന്നെ എന്താ പറയുക നമ്മളൊരു എന്താ പറയുക ദേഷ്യത്തോട് സംസാരിക്കുന്നൊക്കെ ഒരു സ്ലാങ് അതൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് മാധവൻ്റെ പല ഫിലിമുകളിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പണ്ടുള്ള ഫിലിമുകളും അഴുക്കം. മാധവൻ ഒരു ഗ്രേറ്റ് ആക്ടറാണ്. മാധവൻ എല്ലാ കാര്യങ്ങളും ആ സമയം കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഇത്തരത്തിൽ ഈ ജി ഡി നായിഡു എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെപ്പോലെയില്ല ജി ഡി നായിഡുവെ പോലെയുള്ള ആൾക്കാരെ അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു ഫിലിം വളരെ ഉപകാരപ്രദമാണെന്ന് പറയും.
കാരണം വെച്ചാൽ കോയമ്പത്തൂർ മ്യൂസിയം ഉണ്ട്. പിന്നെ ഇദ്ദേഹം അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ഇദ്ദേഹം ജീവിതത്തിൽ സമൂഹത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇദ്ദേഹം ഒരു 2 കല്യാണം കഴിക്കുന്നുണ്ട്. അത് പിന്നെ പേഴ്സണലി ഓരോ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി എല്ലൊന്നും നമ്മൾ അങ്ങോട്ട് ഇടപെടും. ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്നോ ഫിലിമിൽ ഇത് എന്തിനു ഉൾക്കൊള്ളിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ചില ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ ബെൻസിൻ്റെ ആയിട്ടൊരു കൊളാബ് കോയമ്പത്തൂർ അങ്ങനെ തുടങ്ങാനൊരു പദ്ധതി ഉണ്ടായിരുന്നു, അല്ല അങ്ങനത്തെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഇങ്ങനൊരു കൊളാബ് ചെയ്തുകൊണ്ട് നമ്മളെ നാട്ടിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അങ്ങനത്തെയൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു അഭിമാനം എന്നൊക്കെ തോന്നും. പിന്നെ കോയമ്പത്തൂർ എന്ന് പറയുന്ന ഒരു ടൗണിനെ, അല്ലെ കോയമ്പത്തൂർ എന്നുള്ള പേരിനെ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയെന്ന് കൂടി പറയാം. പണ്ട് ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കോയമ്പത്തൂർ വഴി പാസ് ചെയ്യുമ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോഴാണ്, തമിഴ്നാട് പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തുമ്പോഴാണ് നമുക്ക് ഈ കോയമ്പത്തൂർ എന്ന പേര് കാണുമ്പോൾ എന്താ പറയുക, നമ്മൾ നാട് വിട്ട് അങ്ങോട്ട് എത്തിയല്ലോ എന്നൊരു ഫീൽ വരും. ഇന്ന് കോയമ്പത്തൂർ എന്നൊരു പേര് കേൾക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷമാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ വെക്കുന്നു. അത് കാണണമെന്നൊക്കെ എനിക്കിപ്പോൾ പേഴ്സണലി ഒരു ഫിലിം കണ്ടതിന് ശേഷം ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇദ്ദേഹം ഇറ്റലി പോകുന്നുണ്ട്. ഇറ്റലിയിലാണോ ജർമ്മനിയിലാണോ അങ്ങനെ അതെനിക്ക് റെഡിക്ക് ഓർമ്മയില്ല പോകുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഹിറ്റ്ലറെ കാണുന്നതും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹിറ്റ്ലർ, പിന്നെ അവിടുത്തെ എനിക്ക് പിന്നെ അവർ ഹിറ്റ്ലറെ കാണുന്നുണ്ട്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സ്റ്റോറീസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലെ കണ്ടുപിടുത്തങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന മാറ്റത്തെയൊക്കെയാണ് പരാമർശിക്കുന്നത്. ഇതിൽ പിന്നെ ജിഡി നായർ ടാക്സ് അടക്കുന്നില്ല. ടാക്സ് അടക്കുന്ന റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ബന്ധപ്പെട്ടാണ് ജയറാമേട്ടൻ ഫിലിമിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ കണ്ടിരിക്കേണ്ട ഒരു നല്ല പടം എന്ന് പറയാൻ പറ്റും. അതിലുപരി നമുക്ക് ഒരു അഭിമാനം തോന്നുന്ന, തിയേറ്ററിലിരുന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇത്തരത്തിലൊരാൾ ജീവിച്ചിരുന്നു, അദ്ദേഹം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അഭിമാനം തോന്നുന്ന ഒരു നല്ല സിനിമ. അപ്പോൾ നിങ്ങളും കുട്ടികളും ഫാമിലിയും ഒക്കെ തിയേറ്ററിൽ പോയൊരു ഫിലിമാണ് കേട്ടോ. കാരണം ഇതൊരു അറിവാണ്. അതിലുപരി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. ഇത്തരത്തിലുള്ള മൂവികൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഈ ആക്ഷനും മസാലയും ഒക്കെ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് ഇങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നു, പുസ്തകമൊന്നും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഒരാളെ പേരൊന്നും പരത്തിയിട്ടൊന്നും ഇനി ആരും ഇങ്ങനെ ഒരു വ്യക്തികളെ അറിയാൻ പോകുന്നില്ല. സോ ഇതുപോലത്തെ ഫിലിമുകളിലൂടെയാണ്. ഞാൻ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ChatGPT ത്രൂ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിലിം കണ്ട കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ പോലെ ആൾക്കാരെ മനസ്സിലാക്കാൻ ഇത്തരത്തിലൊരു ഫിലിം സമൂഹത്തിന് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഫിലിം എടുക്കുന്നതിലും നല്ലതാണ്. പിന്നെ മാധവൻ ഇത്തരത്തിലൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തതും വളരെ എന്താ പറയുക, അപ്രിഷ്യേറ്റബിളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാനിതുപോലെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.